നമ്മുടെ സമീപ പഞ്ചായത്തുകളെയൊക്കെ അപേക്ഷിച്ച് കരുവാരണ്ട് പഞ്ചായത്തിന് ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഉണ്ട്. ലൈക്ക് ടൂറിസത്തിനൊക്കെ ഇമ്മൻസ് പൊട്ടൻഷ്യൽ നമ്മൾ എത്രമാത്രം ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ടെന്നതിൽ ഭയങ്കര ചോദ്യമാണ്. നമുക്കറിയാം ഗ്രീൻഫീൽഡ് ഹൈവേ ഇസ് കമ്മിങ്. ഗ്രീൻഫീൽഡ് ഹൈവേ വരുമ്പോൾ നമ്മുടെ ആക്സസ് ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കോഴിക്കോടുക്കും നിലമ്പൂർക്കും നാടുകാണിക്കൊക്കെ ചായ കുടിക്കാൻ പോകുന്നുണ്ട് ആളുകൾ. സോ ഇൻ ഫ്യൂച്ചർ കാലിക്കറ്റ് നിന്ന് ആളുകൾക്ക് തൊട്ടടുത്ത ടൂറിസ്റ്റ് കേന്ദ്രം അല്ലെങ്കിൽ ഈസിയായി ആക്സസ് ഉള്ള ടൂറിസ്റ്റ് കേന്ദ്രം ഒന്ന് കരുവാരകൊണ്ടാണ്. ഈ പൊട്ടൻഷ്യൽ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആളുകൾ ലീഡർഷിപ്പിൽ വരണം. അങ്ങനെയുള്ള ഒരു സാധനത്തിൽ നൗഷാദിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? കരുവാരകുണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കലി ഒരു ടൂറിസം ഹബ്ബായി മാറാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളതിലൊരു 20 വർഷമെങ്കിലും പിന്നോട്ട് പോയി. 20 വർഷം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടിയിരുന്നത് കരുവാരകുണ്ടിലേക്ക് എങ്ങനെ ആളുകൾ എത്തിക്കാം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ഗവൺമെന്റ് സംവിധാനത്തിൽ ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങൾ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പുതിയ പ്രൊജക്ടുകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സ്വകാര്യ മേഖലയിൽ നമുക്കൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി കഴിഞ്ഞാൽ ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രൊജക്ടുകൾ കൊണ്ടുവരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരം ആളുടെ ഒരു കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ ലോക്കൽ ബോഡി തയ്യാറായാൽ തീർച്ചയായും ഈ സംരംഭങ്ങളിൽ ഒരുപാട് പേർക്ക് തൊഴിൽ അവസരങ്ങൾ വരുന്നുണ്ട്. ഈ സാധാരണ തൊഴിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേടുന്ന ഇൻകം അത് നമ്മുടെ നാട്ടിൽ തന്നെ ചെലവഴിക്കപ്പെടുമ്പോൾ അത് കൂടുതൽ നമുക്ക് തന്നെ ഗുണം ചെയ്യും. പുറത്തുനിന്ന് വരുന്ന ഒരാൾ നമ്മുടെ നാട്ടിൽ പണം ചെലവഴിക്കാൻ ആഗ്രഹിച്ചാൽ അതിനുവേണ്ട ശ്രമങ്ങൾ നമ്മൾ നടത്തിയാൽ നമ്മുടെ നാട്ടിലുള്ള ഇൻകം വർദ്ധിപ്പിക്കാനും അത് കാരണമായി തീരും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലേക്ക് ഒരു വർഷം 10,000 ആളുകൾ വിസിറ്റ് ചെയ്തു എന്ന് കരുതുക. ഈ 10,000 ആളുകളും എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വാഹനം അവർ ഉപയോഗിക്കാം, ഒരു ടാക്സി അല്ലെങ്കിൽ ഒരു ഓട്ടോ, പെട്രോൾ അടിക്കാം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാം, താമസിക്കാം. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഓരോ മേഖലയിലെ ആളുകളെയും അവർ ബന്ധപ്പെടും. അവരുടെ കയ്യിലൊക്കെ ഒരു ചെറിയ എമൗണ്ട് ഇതിലൂടെ ലഭിക്കാൻ സാധ്യത. മാത്രമല്ല പ്രധാനമായിട്ടും കാണുന്ന മറ്റൊരു കാര്യം, പല വീടുകളും ഗൾഫ് സ്വാധീനം കൊണ്ട് വലിയ വീടുകളായി നിർമ്മിച്ചിട്ടുണ്ട്. മുകൾ ഭാഗം പലപ്പോഴും വേസ്റ്റായി കിടക്കുകയാണ്. ആളുകൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പ്രയാസം. അപ്പൊ നമ്മുടെ നാട്ടില് ലോക്കൽ ബോഡി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു വെബ്സൈറ്റ് ആരംഭിച്ച് ആ വെബ്സൈറ്റിൽ ഇത്തരം വീടുകളൊക്കെ രജിസ്റ്റർ ചെയ്താൽ ഒരു 1 ഡേ ടൂറിസ്റ്റ് ഹോമായി സൗകര്യമാണ് ഒരുക്കുക. ഒരു മാസം ഒരു 20,000 രൂപയ്ക്ക് വരുമാനം കിട്ടുന്ന രീതിയിൽ ഇത്തരം വീടുകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള വരുമാനം നമ്മുടെ നാട്ടിലെ ഓരോരുത്തർക്കും ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യും. മാത്രമല്ല ഇത്തരം ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒരുക്കാനും ഒരുപക്ഷെ സ്വകാര്യ കമ്പനികളും പൊതുമേഖലാ കമ്പനികളും ഒക്കെ തയ്യാറാവും. അപ്പൊ നമ്മൾ അതിനു വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് ആരാണോ നാട് ഭരിക്കുന്നത് അവരാണ്. ടൂറിസം ഹബ്ബ് എന്ന് പറയുന്ന ഒരു പക്ഷേ വരും കാലങ്ങളിൽ കരുവാരകുണ്ടിനെ മുന്നോട്ട് നയിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു പ്രൊജക്റ്റായിട്ട് മാറും.